രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരുന്നു കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക്. ഒരു പക്ഷേ ഇത് കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അല്ലേ? ഇപ്പോൾ ഞാനിവിടെ ഒരു പോസ്റ്റ് വയ്ക്കാം. രാഹുൽ മാങ്കൂട്ടം വീണ്ടും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പദവിയിലേക്ക്. അതിനുമുമ്പേ രാഹുലിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക്, കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് രാഹുലിനെ പിന്തുണയ്ക്കുന്ന എല്ലാ ആളുകളും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഈ ഒരു വാർത്ത, രാഹുൽ വീണ്ടും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പദവിയിലേക്ക് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഇങ്ങനെ 1-2 ദിവസമായിട്ട് ഇങ്ങനെ കടന്നിങ്ങനെ പരക്കുന്നുണ്ട്. ഇത് സത്യമാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ വരാനിരിക്കുന്ന ഇലക്ഷന് UDF ഭയങ്കര നേട്ടം തന്നെയായിരിക്കും. എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ ഈ രാഹുലിൻ്റെ ഒരു തിരിച്ചുവരവ് UDF വിജയത്തിലേക്ക് എത്തിക്കും. ഉറപ്പാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. രാഹുൽ എന്നൊരു വ്യക്തിയെ കണ്ട് ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് അല്ലേ? രാഹുലിനെ മാറ്റി നിർത്തിയതിൻ്റെ പേരിൽ ഈ വരാനിരിക്കുന്ന ഇലക്ഷന് വോട്ട് പോലും ചെയ്യത്തില്ലെന്ന് പറയുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടതാണ് പബ്ലിക്കിൽ അല്ലേ? അപ്പോൾ രാഹുൽ തിരിച്ച് ഈ പ്രസ്ഥാനത്തിലേക്ക് വരുവാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഈ ഒരു പ്രസ്ഥാനത്തിന് തന്നെ ആയിരിക്കും ഗുണം ചെയ്യുന്നത്. അതിനകത്ത് യാതൊരു മാറ്റമില്ല. ഇനി ഞാനിവിടെ ഒരു വീഡിയോ വയ്ക്കാം. ഒരു പുള്ളി പറയുന്നതാണ്. അപ്പം അയാളും പറയുന്നത് രാഹുൽ തിരിച്ചു വരുന്നു എന്നാണ് പറയുന്നത്. രാഹുൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ UDF 10 സീറ്റ് കൂടുതൽ കിട്ടുമെന്നാണ് പറയുന്നത്. 10ഒന്നുമല്ല, അതിലും മേലെയാണ് കിട്ടാൻ പോകുന്നത്. ഞാൻ എന്തായാലും ആ ഒരു വീഡിയോ ഇവിടെ വയ്ക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. രാഹുൽ മാങ്കൂട്ടം വീണ്ടും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഈ ഇലക്ഷന്റെ മുന്നേ എടുത്താല് ഒരു 10 സീറ്റേലും UDF അധികം കിട്ടും. തമാശ എന്നല്ല, കാര്യം പറയാ. കേരളത്തെ ജനങ്ങള് ഇങ്ങനത്തെ ഈ പെൺവാണി ബണ്ട് ഇലക്ഷൻ വരുമ്പോ പെണ്ണുങ്ങളെ കൊടുത്തിട്ട് CPM കാട്ടുന്ന നടപടി ഉണ്ടല്ലോ, അതൊന്നും കേരളത്തെ ജനങ്ങള് ഒരു വിലയും കൽപ്പിക്കില്ല. ഒരു 10-150 CPM ഇങ്ങനെ കമന്റ് ചെയ്തു, ഇങ്ങനെ തെറി കമന്റും പിന്നെ വെടിവീരൻ മറ്റേ വീരൻ എന്ന് പറയാന്നല്ലാണ്ട് ജനങ്ങളെ ബാധിക്കുന്ന വിഷയം നല്ലത് UDF നേതാക്കന്മാർ കേൾക്കാൻ വേണ്ടി പറയാണ്. നിങ്ങൾ ഇവനെ ഈ സ്ഥാനത്തേക്ക് ഈ ഇലക്ഷനെ മുന്നെടുത്തണമെങ്കിൽ ഒരുപാട് ഗുണം ചെയ്യും. തമാശ എന്നല്ല, ഇതൊന്നും ഒരു വിഷയമല്ല. കേരളത്തിലെ ജനങ്ങൾക്ക് കോൺഗ്രസ് ആരെങ്ങൾ മനസ്സിലാക്കി. ഗണേഷ് കുമാറിന്റെ പെണ്ണുങ്ങൾ രാത്രി വന്നു നോക്കുമ്പോ കുണ്ടിയും കാട്ടി കിടക്കണേ, പിന്നെ നഗ്നമായി കിടക്കണേ ഫോട്ടോ എടുത്തിട്ട് ആ പെണ്ണുങ്ങള് ചാനലൊക്കെ പരസ്യം ചെയ്ത്, എന്നിട്ട് അതുപോലെ CPM അവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിണ്ടെങ്കിൽ നിങ്ങൾ വെറും പൊട്ടന്മാരെ ഞാൻ പറയുള്ളൂ. ഇത് കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമൊന്നുമല്ല. കമന്റ് ചെയ്തു, ആൾക്കാർ കമന്റ് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് CPM കുറച്ച് സൈബർ പോരാളികളുണ്ട്. ഓരോ പഞ്ചായത്തിലും ഇത്ര ആൾ വെച്ചിട്ട്, അത് UDF ലീഗിലും ഇല്ല. അപ്പോൾ ഓരോ തട്ടി ഓർക്ക് നിത്യം ഓരോ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഓരോ തെറിക്കാമന്റ് എഴുതിക്കൊണ്ടിരിക്കണം. അത് ചിന്തിച്ചാൽ മതി, അല്ലാണ്ട് ജനങ്ങൾക്ക് ഇതിലൊന്നും ഒരു വിഷയമല്ല. എന്റെ ഒരു ഇതാ പറഞ്ഞുതരാം, ഈ വിഷയത്തിൽ നിങ്ങൾ ഈ നിലപാടെടുത്തണമെങ്കിൽ ഒരു 10 സീറ്റെങ്കിലും കൂടുതൽ കിട്ടും. കണ്ടല്ലോ, ഈ ഒരു വാർത്ത പുറത്തുവിട്ടേക്കുന്ന ന്യൂസ് ഡെസ്ക് കേരള എന്ന് പറഞ്ഞൊരു ചാനലിൽ നിന്നാണ്. അപ്പോൾ എന്തായാലും ഇത് സത്യമാണെന്നുണ്ടെങ്കിൽ സത്യമാവട്ടെ എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. കാരണം രാഹുലിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ഒരുപാട് ജനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. പാലക്കാടുണ്ട് അല്ലേ? ഇപ്പം കണ്ടില്ലേ പാലക്കാടിൻ്റെ അവസ്ഥ. 8 നിലയിൽ പൊട്ടുന്നൊരു സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് പാലക്കാട്. ശോഭാ സുരേന്ദ്രനെ കൊണ്ടുള്ള ഒരു വാഗ്ദാനമാണെന്ന് തോന്നുന്നു. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിലവിൽ ഞാൻ പുതിയൊരു സർവേ ഫലം ഞാൻ ഇവിടെ വായിക്കാം. കാരണം രാഹുൽ എന്നൊരു വ്യക്തിയെ പാലക്കാട് നിർത്താത്തതിൻ്റെ പേരിൽ പാലക്കാട് മണ്ഡലം നിങ്ങൾ നോക്കിക്കോ, ഈ ഇരിക്കുന്ന ഇലക്ഷന് 8 നിലയിൽ പൊട്ടും. അതിനകത്ത് യാതൊരു മാറ്റമില്ല. കാരണം ഈ സർവേയിൽ അതിൻ്റെ ഭയങ്കര ഒരു തിരിച്ചടി തന്നെ സംഭവിച്ചിട്ടുണ്ട്. പാലക്കാടെന്ന് വെച്ച് കഴിഞ്ഞാൽ UDF കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് UDF അവിടെ റെക്കോർഡ് വിജയത്തോടു കൂടി ഷാഫി പറമ്പിലായിക്കോട്ടെ, രാഹുൽ മാങ്കൂട്ടം ആയിക്കോട്ടെ, ഇവരൊക്കെ റെക്കോർഡ് വിജയത്തോടു കൂടിയാണ് UDF അവിടെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പം ഇനി വരാനിരിക്കുന്ന ഇലക്ഷനകത്ത് പാലക്കാട് നിങ്ങൾ നോക്കിക്കോ, അതൊക്കെ മാറി മറിയാൻ പോവാണ്. രാഹുൽ എന്നൊരു വ്യക്തിയുടെ ഈ സമീപനം ഇല്ലാത്തതുകൊണ്ട് പാലക്കാടിലെ UDF ഇനി വരാനിരിക്കുന്ന ഇലക്ഷന് UDF വൻ തിരിച്ചടിയാണ് കിട്ടാൻ പോകുന്നത്. അതിനകത്ത് യാതൊരു മാറ്റമില്ല. ഞാൻ ഒരു സർവേ വായിക്കാം. അപ്പോൾ എന്തായാലും പാലക്കാട് മാത്രമായിട്ട് ഞാൻ വായിക്കുന്നില്ല, ഞാൻ മൊത്തത്തിൽ വായിക്കാം. പിന്നെ ഇത് കാണുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്ക് കുരുപൊട്ടുമായിരിക്കും. ഇത് ഞാൻ എഴുതി ഉണ്ടാക്കിയ സർവേ അല്ല, ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തന്നെ ജെന്യുവനായിട്ട് വരുന്നൊരു സർവേയാണ്. ഈ സർവേയിൽ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ നോക്കിയിട്ട് കഴിഞ്ഞ കൊല്ലവും അതിൻ്റെ അങ്ങേ കൊല്ലവും പിണറായി സർക്കാർ വരും എന്ന് പറഞ്ഞു ഈ സർവേക്കകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. അപ്പോൾ എന്തായാലും ഇത് എന്നെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല. ഈ സർവേ ഞാനല്ല ഉണ്ടാക്കിയത്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനിപ്പം ഇലക്ഷന് മുമ്പും ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ ഇങ്ങനെ മാറി മറിയും. പക്ഷേ ഇവരിടുന്ന സർവേ ഉണ്ടല്ലോ, ഇവർ ചെയ്യുന്ന സർവേ പക്കയാണ്, അതിനകത്ത് യാതൊരു മാറ്റമില്ല. അപ്പം ഞാൻ ആലപ്പുഴ, അപ്പോൾ മൊത്തത്തിൽ 140 സീറ്റാണ് കേരളത്തിലുള്ളത്.
ആലപ്പുഴയ്ക്ക് 9 സീറ്റാണുള്ളത് മൊത്തത്തിൽ. LDF അവിടെ 1 സീറ്റും UDF 8 സീറ്റും NDAക്ക് അവിടെ സീറ്റില്ല. അടുത്തത് കണ്ണൂർ 11 സീറ്റാണുള്ളത്. 11 സീറ്റിൽ 10 സീറ്റും LDF ആണ് കൊണ്ടുപോകുന്നത്. LDF കൊണ്ടുപോകാനുള്ള കാര്യം എന്താ? കെ സുധാകരനെ അവിടെ നിന്ന് മാറ്റി. സുധാകരനെ അവിടെ മത്സരിപ്പിക്കാതെ സുധാകരനെ ഇരട്ടത്താപ്പ് കളിച്ച് സുധാകരനെ നൈസായിട്ട് അങ്ങ് പുറത്താക്കി. അതുകൊണ്ടാണ് അതിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ സർവേക്കകത്ത് അത് കാണാനുമുണ്ട്. 10 വോട്ടുകൾ LDF കിട്ടും, ഒരു സീറ്റ് അവിടെ UDF കിട്ടും. NDAക്ക് അവിടെ സീറ്റേ ഇല്ല. കാസർഗോഡ് മൊത്തത്തിൽ 5 സീറ്റാണുള്ളത്. 5 സീറ്റിൽ LDF അവിടെ സീറ്റില്ല. UDF 5 സീറ്റുണ്ട്, NDAക്കും സീറ്റില്ല. അടുത്തത് പാലക്കാട് നിങ്ങൾ നോക്കിക്കോണം. രാഹുൽ എന്നൊരു വ്യക്തിക്ക് അവിടെ സീറ്റ് കൊടുക്കാത്തതിൻ്റെ പേരിൽ പാലക്കാട് ഉണ്ടായിരിക്കുന്ന തിരിച്ചടി നിങ്ങളൊന്ന് കണ്ടോണേ. 12 സീറ്റുള്ള പാലക്കാടിൽ 11 സീറ്റും LDF ആണ് കൊണ്ടുപോകുന്നത്. അവിടെ UDF സീറ്റില്ല, 1 സീറ്റ് NDAക്ക് അവിടെ. പക്ഷേ ഇതിനകത്ത് എനിക്ക് തോന്നിയൊരു കാര്യം വെച്ചാൽ, ഈ സർവേയിൽ എനിക്ക് തോന്നിയ പാലക്കാട് LDF കൊണ്ടുപോകത്തില്ല, അവിടെ BJP കൊണ്ടുപോകും. ശോഭാ സുരേന്ദ്രനെ ജയിക്കും, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അടുത്തത് മലപ്പുറം 16 സീറ്റുള്ളത്. 12 സീറ്റ് LDF 4 സീറ്റ് UDF NDAക്ക് സീറ്റില്ല. അടുത്തത് കാലിക്കറ്റാണ്, കോഴിക്കോട് 13 സീറ്റിൽ 5 സീറ്റ് LDF 8 സീറ്റ് UDF NDAക്ക് സീറ്റില്ല. അടുത്തത് കോട്ടയമാണ്. കോട്ടയത്ത് 9 സീറ്റാണ് മൊത്തത്തിൽ ഉള്ളത്. 9 സീറ്റിൽ LDF അവിടെ സീറ്റില്ല, 9 സീറ്റും UDF മറ്റ് ആളുകൾക്ക് അവിടെ സീറ്റില്ല, NDAക്ക് സീറ്റില്ല. അടുത്തത് കൊല്ലത്ത് 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റിൽ 2 സീറ്റ് LDF 9 സീറ്റ് UDF NDAക്ക് അവിടെ സീറ്റില്ല. അടുത്തത് വയനാട് 3 സീറ്റുകളാണ്. 3 സീറ്റും UDF NDAക്കോ മറ്റോ ആളുകൾക്കോ സീറ്റില്ല. അടുത്തത് തൃശ്ശൂരാണ്. തൃശ്ശൂർ 13 സീറ്റുകളിൽ 8 സീറ്റ് LDF 2 സീറ്റ് UDF 3 സീറ്റ് NDAക്കാണ്. 3 സീറ്റ് അവിടെ NDAക്ക് കിട്ടുന്നുണ്ട്. അടുത്തത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് 14 സീറ്റുകളാണുള്ളത്. 14 സീറ്റുകളിൽ 9 സീറ്റ് UDF 5 സീറ്റ് NDAക്കുമാണ്. അവിടെ LDF സീറ്റില്ല. അടുത്തത് പത്തനംതിട്ടയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റും UDF NDAക്ക് സീറ്റില്ല. അടുത്തത് ഇടുക്കിയാണ്. ഇടുക്കിയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റിൽ 5 സീറ്റും UDF അവിടെയും NDAക്കും LDF സീറ്റില്ല. അടുത്തത് എറണാകുളമാണ്. എറണാകുളം 14 സീറ്റുകളാണുള്ളത്. 14 സീറ്റുകളിൽ 4 സീറ്റ് LDF 10 സീറ്റ് UDF NDAക്ക് സീറ്റില്ല. ഇനി മൊത്തത്തിൽ എത്ര കിട്ടുമെന്നും കൂടെ നോക്കാം. ഭൂരിപക്ഷം 140 സീറ്റിൽ LDF 53 സീറ്റുകളാണ് നേടാൻ പോകുന്നത് വരാനിരിക്കുന്ന ഇലക്ഷനിൽ. UDF 73 സീറ്റുകളാണ് വരാനിരിക്കുന്ന ഇലക്ഷന് നേടാൻ പോകുന്നത്. NDA 9 സീറ്റുകളാണ് നേടാൻ പോകുന്നത്. അപ്പം ഇതിനി മാറിമറിയും. അടുത്ത സർവേയിൽ മാറിമറിഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവസാനത്തെ സർവേയിൽ നിങ്ങൾ നോക്കിക്കോ, ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ക. അപ്പോൾ എന്തായാലും ഞാൻ വീണ്ടും പറയുകയാണ്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇത് എന്തായാലും പാലക്കാടുണ്ട്. വൻ തിരിച്ചടിയായിരിക്കും. പാലക്കാട് ഈ പിഷാരടിയെ കൊണ്ട് നിർത്തിയാലോ ഇനി വേറെ ആരെ കൊണ്ട് നിർത്തിയാലോ അവിടെ ജയിക്കാൻ പോകുന്നില്ല. എത്ര പ്രചരണം നടത്തിയാലും, എത്ര പ്രചരണത്തിന് വേണ്ടി കാശ് ചിലവാക്കിയാലും, PR നടത്തിയാലും അവിടെ ജയിക്കാൻ പോകുന്നില്ല. അത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരുവാന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ആളുകൾക്ക് സന്തോഷം തരുന്നൊരു വാർത്തയാണ്. അപ്പോൾ ആ ഒരു വാർത്ത സത്യമാവട്ടെ എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്, ഞാനും പ്രാർത്ഥിക്കുന്നത്. രാഹുലിനെ തിരിച്ചു ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ. കാരണം തിരിച്ചു വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം രാഹുലിനെ ചവിട്ടി പുറത്താക്കാനെ കൊണ്ട് ഒരുപാട് ആളുകൾ പല പരിപാടികളും കളിച്ചല്ലോ. അവരെയൊക്കെ മുമ്പിൽ തിരിച്ചു വന്ന് ഈ ഒരു പ്രസ്ഥാനത്തിൽ തുടർന്ന് മുമ്പത്തേക്കാളും ഇരട്ടി ശക്തിയോടുകൂടി തിരിച്ചു വന്ന് ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ പ്രവർത്തിച്ച് മുമ്പോട്ട് പോയി ഈ പറഞ്ഞ പോലെ MLA പോസ്റ്റിലും മുമ്പോട്ടുള്ള പോസ്റ്റിലൊക്കെ കയറി കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി വരെ ആയി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങളേക്ക് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. രാഹുലിൻ്റെ തിരിച്ചു വരവ് ആഗ്രഹിക്കുന്ന ആളുകൾ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് ചാനലിനും കൂടെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.